ഹരേ കൃഷ്ണ. ഇന്ന് ഉച്ചയ്ക്ക് ഊണിന് പുളിശ്ശേരിയായിരുന്നു ഇന്നലെ പ്ലാൻ ചെയ്തത്. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ മനസ്സിൽ ആരോ പറയുന്നു രസകാളം തയ്യാറാക്കിക്കൊള്ളൂ എന്ന്. ഗുരുവായൂരമ്പലത്തിൽ പ്രസാദൂട്ടിനൊക്കെ ലഭിക്കില്ലേ ആ ഒരു രസകാളൻ. വേറൊന്നുമല്ല, ഇന്നലെ രാത്രി മുഴുവൻ ഗുരുവായൂരപ്പനെ തന്നെ വിചാരിച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. ഗുരുവായൂർ പോയിട്ട് കുറേ കാലമായി. ലാസ്റ്റ് പോയത് വിഷുവിൻ്റെ തലേദിവസമാണ്. എന്നും വിചാരിക്കും ഗുരുവായൂർ പോകണമെന്ന്. പക്ഷെ എന്ത് ചെയ്യാം, കണ്ണം വിളിക്കണില്ല. എന്നിരുന്നാലും പരിഭവമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ രസകാളം തയ്യാറാക്കിയെന്ന് പറയാം. ഒരു പാൻ ചൂടാക്കിയിട്ട് ഒരു വലിയ സ്പൂണ് പച്ചരി, ഒരു അര സ്പൂൺ ഉലുവ, എരിവിനാവശ്യമുള്ള വറ്റൽമുളക് ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിലേക്ക് തേങ്ങയും ജീരകവും നല്ല പുളിയുള്ള തൈര് ചേർത്ത് മയത്തിൽ അരച്ചു. കുമ്പളങ്ങ കഷ്ണങ്ങളോടൊപ്പം വീട്ടിൽ തന്നെ ഉണ്ടായ മഞ്ഞമത്തൻ്റെ കഷ്ണങ്ങളും ചേർത്ത് കുക്കറിൽ വേവിച്ചു. വേവിച്ച കഷ്ണങ്ങളിൽ അരപ്പും സ്വാദിനാവശ്യമുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചു. അതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില താളിച്ചു കൂട്ടി. രസകാളൻ റെഡി. ഭഗവാന്റെ പ്രസാദത്തോടൊപ്പം ഒന്നും ആയില്ലെങ്കിലും മനസ്സിൽ കണ്ണനെ തന്നെ വിചാരിച്ചുകൊണ്ട് തയ്യാറാക്കിയത് കൊണ്ടായിരിക്കാം ഇന്ന് രസകാളിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കുറേ കാലമായി ഗുരുവായൂർ പോകുമ്പോൾ ഉള്ളിൽ കയറി തൊഴാറില്ല, നല്ല തിരക്ക് അതുകൊണ്ട് തന്നെ. എന്നിരുന്നാലും കൊടിമരത്തിൻ്റെ അടുത്ത് നിന്ന് തൊഴുമ്പോൾ ഉള്ളിൽ ശ്രീലകത്ത് കത്തുന്ന തിരുനാളങ്ങൾക്കിടയിലൂടെ കണ്ണനൊന്നും മിന്നിമായും. എനിക്കത് മതി. പിന്നെ ഓരോ യാത്രയിലും അതിശയിപ്പിക്കുന്ന ഒട്ടേറെ കൃഷ്ണാനുഭവങ്ങളും കാണും. അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സിൽ പച്ചരി ചോറിനോടൊപ്പം ക്യാബേജ് തോരൻ, നെല്ലിക്ക അച്ചാറ്, പിന്നെ രസകാളനും. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇഡലിക്കൊപ്പം അരച്ചുവിട്ട സാമ്പാറായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് കണ്ണൻ ഗുരുവായൂരേക്ക് വിളിക്കും എന്ന് പ്രാർത്ഥനാപൂർവം.